ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ഒരു എപ്പിസോഡാണ് കേട്ടോ ഇന്ന്. അങ്ങനെ വർഷ ആണെങ്കിലോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ശ്രീയേട്ടൻ തന്നെയാണ് അത് തെളിയിക്കാൻ എന്താണ് ഇപ്പോൾ ഒരു വഴിയെന്ന്. ആ സമയത്ത് അഞ്ജു അഭിയും അങ്ങോട്ട് വരുന്നുണ്ട്. താൻ എന്താണോ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ ശ്രീയെ കണ്ടു എന്നൊക്കെയാണ് ഇവള് പറയുന്നത് എന്ന് അഭിയും പറയുന്നുണ്ട്. ഞാൻ ശ്രീയേട്ടനെ കണ്ടത് തന്നെയാണ്, നിങ്ങളത് മനസ്സിലാക്കുന്നില്ല എന്ന് പറയുന്നു. അഞ്ജു ആണെങ്കിൽ ഇങ്ങനെ പോയാൽ ഇവളുടെ മനസ്സിൻ്റെ പിടി വിടും, നമുക്കാണെങ്കിലോ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് നമ്മുടെ വർഷയും പറയുന്നുണ്ട്. എന്തായാലും കാണിക്കുക തന്നെ ആയിരിക്കും നല്ലത്. എൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ ദയ, അവളെ വിളിച്ച് പറഞ്ഞാൽ കാര്യങ്ങൾ സെറ്റാവും. എൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ കണ്ടതല്ലേ, അതിൽ നിന്നൊക്കെ ഞാൻ റിക്കവറായി ഇങ്ങോട്ട് വന്നതല്ലേ എന്ന് പറയുന്നു കേട്ടോ. എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാനൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയുമെന്നും പറയുന്നു. പക്ഷേ അപ്പോഴും വർഷ ചിന്തിക്കുന്നുണ്ട്, അബിക്ക് എന്നെ ഒരു മനോരോഗി ആക്കാനാണല്ലോ താല്പര്യം. എനിക്ക് തോന്നുന്നത് അബിക്കും ശ്രീനാഥിനെ കുറിച്ച് നല്ല അറിയാം എന്നൊക്കെ, എങ്ങനെ ഇപ്പം അത് കണ്ടുപിടിക്കാം എന്ന രീതിയിലാണ് വർഷ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് എന്തായാലും ഞാൻ നാളെ ഇന്ന് അമ്പലത്തിൽ പോയിട്ട് വരട്ടെ, എന്നിട്ട് വിവേകിൻ്റെ അമ്മയോടൊക്കെ സംസാരിക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ എന്നാൽ പിന്നെ ഞങ്ങളും വരാം. അപ്പോൾ അഭിയാണെങ്കിലോ എന്ത് പണിയാടാ താൻ കാണിക്കുന്നത്, വിവേകേട്ടൻ്റെ കൂടെ പോകാനായിരിക്കും ഇവൾ താല്പര്യപ്പെടുന്നത്, അപ്പം നമ്മളും കൂടെ ചെല്ലാൻ പാടുണ്ടോ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അവൾ പോയിട്ട് വരട്ടെ. എന്തായാലും എന്നാൽ വിവേകിനെ വിളിക്കുമെന്ന് പറയുന്നു. ഞാൻ പിന്നീട് വിളിച്ചോളാം എന്ന് അഞ്ജുനോട് പറയുന്നുണ്ട്. ഞാൻ രണ്ടുപേരും സംസാരിക്കാം, നമുക്ക് അങ്ങ് മാറിക്കളയാമെന്ന് പറഞ്ഞ് അഭിയും അതുപോലെ അഞ്ജു എണ്ണീറ്റ് പോകുന്നു. അപ്പോഴും വർഷ ചിന്തിക്കുന്നത് ഇതാണ്, അബി എന്തൊക്കെയാണ് മറച്ചു വെക്കുന്നത്. എനിക്ക് തോന്നുന്നത് ശ്രീനാഥിനെ കുറിച്ച് നല്ലപോലെ അബിക്ക് അറിയാം, അതൊന്ന് തെളിയിക്കാൻ എന്താ വഴി. എനിക്ക് ആക്സിഡൻ്റ് ആയി കടന്നത് ആരാണ് അബിയെ വിളിച്ച് സംസാരിച്ചത്, അയാളെ കുറിച്ച് അറിയണം, എന്നിട്ട് നോക്കാം എന്ന് പറയുന്നു. ആ സമയത്ത് ഒരു പരിപാടിയായിട്ട് വർഷം അങ്ങോട്ട് വരുന്നുണ്ട്. അബി, എൻ്റെ ഫോണിൽ നിന്ന് വിവേകിനെ വിളിച്ചാൽ കിട്ടുന്നില്ല, എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂസ് എന്തോ ഉണ്ട് തോന്നുന്നു, എന്തപ്പോൾ ചെയ്യുക എന്ന് പറയുന്നുണ്ട്. നാളത്തെ കാര്യം സംസാരിക്കണം എന്ന് പറയുന്നു. എന്നാൽ പിന്നെ താൻ അങ്ങ് നേരിട്ട് ചെന്ന് സംസാരിച്ചൂടെ, അതല്ലേ നല്ലതെന്ന് പറയുന്നുണ്ട്. അവിടെ ആൻറ്റിയും അങ്കിളൊക്കെ ഉണ്ടാവും, ഞാനിപ്പോൾ അങ്ങോട്ട് പോയാൽ വിവേക് എന്നെ വിടില്ല, അത് മോശമുള്ള കാര്യമാണ്, ഇപ്പോഴും വിളിച്ചാലും കിട്ടുന്നില്ല, എന്നൊരു കാര്യം ചെയ്യ്, താൻ എൻ്റെ ഫോണിൽ നിന്ന് വിളിക്കുക, അതല്ലേ നല്ലതെന്ന് പറയുന്നു. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ. ആ സമയത്ത് വിവേകിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് അബി ആരാ വിളിച്ചതെന്ന് സെർച്ച് ചെയ്യാണ് കേട്ടോ വർഷ. ആ സമയത്ത് ശ്രീജിത്ത് സാർ എന്ന് കാണിക്കുന്നുണ്ട്. സാർ എങ്ങനെയാണ് ഇപ്പോൾ ഈ അബിയെ വിളിച്ച് പറയുന്നത് ഞാൻ ആക്സിഡൻ്റ് ആയി കിടക്കുന്നത്, ഇതിലെന്തോ ഒരു നിഗൂഢതയുണ്ടല്ലോ, എന്തായാലും അത് അന്വേഷിക്കണം എന്ന രീതിയിൽ തന്നെ വർഷം മുന്നിട്ട് ഇറങ്ങുന്നു. അങ്ങനെ ഡെലിവറി സ്റ്റാഫിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ സാറിനെ കാണാനായിട്ട് വന്നതാണ്, ശ്രീജിത്ത് സാറിന്. അതാരാണെന്ന് ചോദിക്കുന്നു കേട്ടോ. അവളുടെ ഒരു കൂട്ടുകാരി ശ്രീജിത്ത് സാറോ, അപ്പോൾ ഇവിടുത്തെ നമ്മുടെ മാനേജർ ശ്രീജിത്ത് സാറല്ല ശ്രീനാഥ് സാറാണെന്ന് പറയുന്നു. ശ്രീനാഥ് സാറോ, സാർ ഇപ്പോൾ പണ്ട് ഇവിടെ ഉണ്ടായിരുന്നത് തന്നെയാണ്, ഇപ്പോൾ 6 മാസം മുന്നേ സാറിനൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് കിളി പോയിട്ടിരിക്കുകയാണെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന വർഷം ആകെ തകരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ആ ഫോൺ എടുത്തിട്ട് ആ ഫോട്ടോ, ശ്രീനാഥിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു. ഇതാണോ ചോദിക്കുന്നുണ്ട്. ഇത് തന്നെയാണ്, നിങ്ങൾ മുന്നേ പരിചയക്കാരാണെന്ന് ചോദിക്കുന്നു കേട്ടോ. ആ സമയത്ത് മനസ്സ് കൈവിട്ട് പോയിരിക്കുക കേട്ടോ. വർഷയുടെ ആകെ പൊട്ടിക്കരയുന്നുണ്ട്, ആകെ വിഷമത്തിലാണ്. എല്ലാവരും വർഷയെ ചതിക്കുകയാണെന്നുള്ളത് ഒരൊറ്റ നിമിഷത്തിൽ വർഷയ്ക്ക് തോന്നുന്നു കേട്ടോ. തൻ്റെ ശ്രീയേട്ടൻ തൻ്റെ മുന്നിലുണ്ടായിട്ട് പോലും തനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല, തൻ്റെ മാനേജറായിട്ട് പോലും അതിന് ആരും അനുവദിച്ചിട്ടില്ല. പിന്നെ ആ പഴയ കാര്യങ്ങൾ, അതായത് വയനാട്ടിൽ വെച്ച് നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്വപ്നം കാണുകയാണ് കേട്ടോ വർഷ. പിന്നെയാണ് രാഹുലും അഞ്ജും കൂടിയും സംസാരിക്കുന്നുണ്ട്. രാഹുലിനെ അതായത് അഞ്ജുവിനെ പിക്ക് ചെയ്യാനായിട്ട് രാഹുൽ വരാമെന്ന് പറഞ്ഞു, പക്ഷേ ഇപ്പോൾ വരാൻ സാധിക്കുന്നില്ല, എനിക്ക് കുറച്ച് ബിസിയാണെന്ന് പറയുന്നു. നിനക്ക് ഞാൻ എപ്പോൾ വിളിച്ചാലും നീ ബിസിയാണ്, അതെന്താ കാരണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ചില സമയത്ത് നീ ഫോൺ ഓഫാക്കി വെച്ചിട്ടുണ്ട്, എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് സൗകര്യമില്ല എന്നൊക്കെ ദേഷ്യത്തോടു കൂടി തന്നെ രാഹുൽ സംസാരിക്കുന്നുണ്ട്. ഞാൻ നിൻ്റെ കൂടെ ഇറങ്ങി വന്നതല്ലേ, എനിക്കിത് തന്നെ കിട്ടണം, എപ്പോൾ പറഞ്ഞാലും ഈ ഒരു കണക്ക് മാത്രം നിനക്ക് പറയാനുള്ളൂ, നീ വെച്ചിട്ട് പോകാനായിട്ട് നോക്കിയിട്ട് അവർ രണ്ടുപേരിൽ ഒരു സൗന്ദര്യപ്പിണക്കൊക്കെ അവിടെ കാണുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വർഷ വന്നിറങ്ങുന്നുണ്ട് കേട്ടോ. ആകെ ദേഷ്യത്തോടു കൂടി അബിയെ നേരിട്ട് തന്നെ കാണണം, ആ ഒരു വാശിയിൽ തന്നെ വന്നിറങ്ങുകയാണ്. ആ സമയത്ത് അബി, നീ എന്നെ ചതിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ വർഷ നീ പറയുന്നത്, ഈ ശ്രീജിത്ത് സാറും ശ്രീനാഥ് സാറും ഒന്നാണെന്ന് ചോദിക്കുന്നു കേട്ടോ. അപ്പോഴത്തേനും ആകെ ഞെട്ടലോട് കൂടി തന്നെ അബി എണീക്കുകയാണെങ്കിൽ, എന്തിനാ അബി നീ എന്നെ ചതിച്ചത്, എൻ്റെ ശ്രീയേട്ടൻ കൺമുന്നിലുണ്ടായിട്ട് പോലും നീ എന്നെ അത് കാണിച്ചു തരാതെ മറച്ചു പിടിച്ചിരിക്കുകയായിരുന്നല്ലോ എന്ന് പറയുന്നു. എൻ്റെ നമ്പർ പോലും മറച്ചു വെച്ചിരിക്കല്ലേ എൻ്റെ മുന്നിൽ വെച്ച് കാണിച്ചത്, എന്നെ എങ്ങനെ ചതിക്കാൻ നിനക്ക് എങ്ങനെ സാധിച്ചു എന്ന് പറയുന്നു കേട്ടോ.
അത് പിന്നെ ശ്രീനാഥിന് എനിക്ക് പരിചയം ഉണ്ടായിരുന്നു, പക്ഷേ അത് നിന്നോട് എനിക്ക് പറയാൻ സാധിച്ചില്ല എന്ന് പറയുന്നു. അത് എന്തുകൊണ്ട് ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ശ്രീയേട്ടൻ എന്നെ കാണാൻ വരാതിരിക്കില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നിങ്ങളുടെ കല്യാണം 6 മാസം മുന്നേ ഉറപ്പിക്കാം എന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നല്ലോ, അതിൻ്റെ എല്ലാ കാര്യങ്ങളും നടപടി പൂർത്തിയായി. ഞാൻ ശ്രീനാഥിനെ കാണുന്നത് എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് തന്നെയാണ്. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് നിൻ്റെ ശ്രീയേട്ടൻ തന്നെയാണ് ശ്രീനാഥ് എന്നുള്ളത്. ആ സമയത്ത് നിങ്ങളുടെ വിവാഹം ഉറപ്പിക്കുന്ന കാര്യമായപ്പോൾ നിന്നോട് എനിക്ക് പറയാൻ സാധിച്ചില്ല, അതുകൊണ്ടാണ്, അല്ലാതെ ഒന്നുമല്ല. പിന്നെ ശ്രീനാഥിന് ആക്സിഡൻറ്റ് സംഭവിച്ചതിന് ശേഷം തന്നെ ചെറിയൊരു മറവിക്കുറവുണ്ട്, അപ്പോൾ അത് നിന്നെ അയാൾ ചിലപ്പോൾ മറന്നു പോകും, അതാണ് ഇങ്ങനെയൊക്കെ കാരണം എന്ന് പറയുന്നു. നീ നിർത്ത്, നീ എന്നോട് കള്ളം പറയാണ് പല കാര്യങ്ങളും. നീ എന്നെ ചതിക്കുകയായിരുന്നല്ലേ, നീയും വിവേകം ചേർന്ന് എന്നെ ചതിക്കുകയായിരുന്നു, ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയുന്നു. വിവേകേട്ടൻ ഇതിൽ ഉത്തരവാദിയൊന്നുമല്ല, ഞാൻ മാത്രമാണെന്ന് അഭി തുറന്ന് പറയാം കേട്ടോ. എല്ലാ സത്യങ്ങളും അഭി തുറന്ന് പറയുന്നു. പക്ഷേ അഭിക്ക് ഇഷ്ടമാണെന്ന് മാത്രം പറഞ്ഞിട്ടില്ല, ശ്രീയോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുന്നില്ല കേട്ടോ. അതിനുശേഷം തന്നെ അതായത് നിൻ്റെ വിവാഹം നല്ല രീതിക്ക് നടത്തണം, ഇങ്ങനൊരു മറവിയുള്ള ഒരാളുടെ കൂടെ നിൻ്റെ ജീവിതം തള്ളി നീക്കേണ്ടവളല്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ്. അത് ശ്രീയേട്ടനും മനസ്സിലായി. അതായത് നിങ്ങൾ ബീച്ചിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു രംഗങ്ങളൊക്കെ ശ്രീയേട്ടൻ നേരിട്ട് കണ്ടതാണെന്ന് പറയുന്നു. അപ്പോൾ ശ്രീജിത്ത് സാർ അവിടെ വന്നെന്ന് പറഞ്ഞത് ശ്രീയേട്ടനാണോ അതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീ എന്നെ മനഃപൂർവ്വം ചതിക്കുകയല്ല അഭി, ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് സ്വയം മറന്നു നിന്നതായിരുന്നു ഞാനും വിവേകും. ആ സമയത്ത് നീ മനഃപൂർവ്വം അവിടുന്ന് മാറിയിട്ട് ശ്രീയേട്ടനെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കാണിച്ചു കൊടുത്താണെന്നൊക്കെ പറയുന്നു. ഈ അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ അഭി തുറന്ന് പറയുന്നുണ്ട്. പക്ഷേ വർഷയാണെങ്കിലും ഇനി ഞാൻ ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കവും വേണ്ട. എന്നിൽ നിന്ന് എൻ്റെ ശ്രീയേട്ടനെ മറച്ചു പിടിച്ച നീയൊക്കെ ഒരു ദുഷ്ടയായ സ്ത്രീയാണ്, നീ എൻ്റെ ഫ്രണ്ടാണെന്ന് പറയാൻ പോലും എനിക്ക് മടിയാണ്. കാരണം പരിചയമുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ പോലും അവരെന്നോട് തുറന്ന് പറയും, നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് പോലും നീ എല്ലാം മറച്ചു വെച്ചു, ഇത്രയും എന്നോട് ചെയ്യരുതായിരുന്നു എന്ന് പറയുന്നുണ്ട്. നീ ആ വിവേകം ചേർന്നിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഇതിനുള്ള മറുപടി ഞാൻ വിവേകിന് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഓടി പോകുന്നു. വിവേക് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അഭി പുറകെ ഓടി വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് വിടെന്ന് പറയുന്നുണ്ട് വർഷ, ഞാൻ പോവും, വിവേകിനെ എനിക്ക് കാണണമെന്ന് പറയുന്നു. എന്താ വർഷം നീ ജോലിക്ക് പോയില്ലേ എന്ന് ചോദിച്ച് വിവേക് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും എനിക്ക് കുറച്ച് കാര്യങ്ങൾ, ശ്രീയേട്ടൻ ജീവിച്ചിരിപ്പുന്നുണ്ട്, വിവേകിനെ അറിയുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അഭി ആകാന്തം വിടുന്നുണ്ട്. പക്ഷേ വിവേകും എന്തൊക്കെയാണ് താനീ പറയുന്നത്, അഭിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, അഭിയും നീയും കൂടി ചേർന്നിട്ടല്ലേ എന്നെ ചതിച്ചതെന്ന് പറയുന്നു. ആ സമയത്ത് അഭി പറയുന്നുണ്ട്, വിവേകേട്ടന് ഒന്നും അറിയില്ല, ശ്രീനാഥ് ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ, വിവേകേട്ടന് ഇതിലൊരു പങ്കുമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ഇതൊന്നും എനിക്ക് അറിയുന്ന കാര്യമല്ല, ശ്രീ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളത്. പിന്നെ ഞങ്ങളുടെ നാട്ടിലെ ചക്ക വിൽക്കാൻ വരുന്ന ആ ചേട്ടനോട് എന്തിനാണ് താൻ പറഞ്ഞത് നമ്മുടെ വിവാഹം കഴിഞ്ഞതാണെന്നും ആർച്ച നമ്മുടെ മകളാണെന്നൊക്കെ. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകങ്ങളാണ്, തീർച്ചയായും അങ്ങനെ തന്നെയല്ലേ നിങ്ങളുടെ സ്ഥാനവും, അതുകൊണ്ട് മാത്രം പറഞ്ഞതാണെന്നൊക്കെ വിവേക് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഇനി പറ്റില്ല വിവേകെ, ഞാൻ എന്തായാലും എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് വിവേക് പറയുന്നുണ്ട്, നീ തീരുമാനിച്ചോ, പക്ഷേ ശ്രീനാഥ് തിരിച്ചു വന്നാൽ നീ ശ്രീനാഥിൻ്റെ കൂടെ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 6 മാസം സമയം, അതിനുള്ളിൽ ശ്രീ തിരിച്ച് ജീവനോടുണ്ടെന്നൊക്കെ പറയുന്നത്. എന്തായാലും നിനക്ക് വേണമെങ്കിൽ ശ്രീയുടെ കൂടെ പോവാം, അല്ലെങ്കിൽ എനിക്ക് ശ്രീനാഥിനെ കാണിച്ച് നീ തരണം എന്ന രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് വിവേകിൻ്റെ തീരുമാനം തുറന്ന് പറയുന്നുണ്ട് കേട്ടോ. മനക്കട്ടിയോടുകൂടി നിൽക്കുന്നുണ്ട് വിവേക്, കാരണം ഇതൊക്കെ വരുമെന്നുള്ള സിറ്റുവേഷൻ വിവേകിന് നന്നായിട്ട് അറിയാം. അപ്പോഴത്തേനും അഭി ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ശ്രീനാഥ് ജീവിച്ചിരിപ്പുണ്ടെന്ന് വർഷയ്ക്ക് മനസ്സിലായി, ഇനി വർഷയുടെ തീരുമാനം എന്താണെന്ന് ചോദിക്കുന്നു കേട്ടോ. ആ സമയത്ത് വർഷയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ആകെ ഞെട്ടിത്തരിച്ച് വെപ്രാളത്തോടു കൂടി നിൽക്കുകയാണ് വർഷ. പക്ഷേ വർഷയ്ക്ക് നല്ലൊരു തീരുമാനം ഉണ്ടാവട്ടെ, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്തായാലും അഭിയുടെ കള്ളത്തരം കൈയോടെ തന്നെ പിടികൂടി കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നു.